ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാരി റിബൺ വെച്ചിട്ട് ഒരു അടിപൊളി ബോയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ബോ നമുക്ക് ഇതുപോലെയുള്ള അലങ്കാര ക്ലിപ്പിലോ അതല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബണ്ണിലോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ഇതുപോലെയുള്ള സാരി റിബൺ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 ബോയാണ് ചെയ്യുന്നത്, അപ്പോൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ നൂല് കോർത്തിട്ട് അതിൻ്റെ 2 അറ്റവും ഇതുപോലെ കൂട്ടിയിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ബോ ചെയ്യാൻ പോകും. അതിനായിട്ട് ഈ ഒരു റിബൺ ഇതുപോലെ നമ്മൾ പകുതിയാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ റിബണിൻ്റെ 2 വശം ഇതുപോലെ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു റിബൺ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം മുകളിലേക്കാക്കി പിടിച്ചിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഓരോ വശത്തിൽ നിന്നും താഴേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു നോർമൽ ബോ കിട്ടും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ബോയുടെ സെൻറ്റർ ഭാഗത്തു കൂടി ഇതുപോലെ നമ്മുടെ സൂചി ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ സൂചിയിലുള്ള നൂല് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്തു കൂടെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്രാവശ്യം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. നല്ല ടൈറ്റായിട്ട് തന്നെ വലിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോയുടെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നൂലിൽ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ നമ്മുടെ സൂചിയുടെ നൂലിനെ 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതുപോലെ വലിച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ 2 ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അലങ്കാര ക്ലിപ്പിലൊന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ബണ്ണിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് അലങ്കാര ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. 4.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ബോയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ 2 ബോയും ഇതുപോലെ അലങ്കാരത്തിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാരി റിബണിൽ നിന്നും ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതുപോലെ ഒന്ന് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ബോയുടെ മുകളിൽ കൂടി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ എൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇത് സാരി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂലൊക്കെ വലിഞ്ഞ് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ബോയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു രീതിയിൽ നൂലിൻ്റെ മുകളിലൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിബൺ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നമ്മൾ താഴെ ഭാഗത്ത് വെച്ചിട്ട് ഏകദേശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ അലങ്കാര ക്ലിപ്പിൻ്റെ ഉൾവശത്തേക്ക് ആക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ 2 വശവും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂ കയ്യിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയുള്ള ഫോം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബഞ്ചിൽ നിന്നും ഒരു ഫ്ലവർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോയുടെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ശേഷം നമ്മൾ ഈ ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലുള്ള 2 ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം രീതിയിൽ തന്നെ ബണ്ണും ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മൾ 2 ബോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ബണ്ണ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബണ്ണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെ കണ്ടു നോക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബണ്ണിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ബോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ 2 ബണ്ണിലും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു പെയറാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹെയർ ബണ്ണും അലങ്കാര ക്ലിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൽ അതുപോലെ നെയിൽ ബാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുമ്പത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ.